ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2000 റിലീസ് ചെയ്ത ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഹോളോ മാൻ എന്നാണ് ഈ സിനിമയുടെ പേര്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഈ സിനിമ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മരുന്ന് കുത്തിവെച്ചാൽ ഒരാൾ അദൃശ്യനാക്കാൻ പറ്റുമോ? അതാണ് ഈ സിനിമയിൽ പറയുന്നത്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കഥ ആരംഭിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു ലാബാണ്. അതിനകത്ത് ഒരു എലിയെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന് കുടിക്കാൻ വേണ്ടി വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്താണ് എലി വെള്ളത്തിനടുത്തേക്ക് വരുന്നത്. എന്നാൽ അത് വെള്ളത്തിന്റെ അടുത്തേക്ക് എത്തിയതും പെട്ടെന്നാണ് മറ്റൊരു ജീവി വന്നിട്ട് ആ എലിയെ പിടിക്കുന്നത്. എന്നാൽ ഇപ്പൊ ആ എലിയെ പിടിച്ച ജീവി അദൃശ്യനാണ്. അങ്ങനെ ആ എലിയെ പിടിച്ച ഉടനെ തന്നെ ആ ജീവി എലിയെ കൊന്നുകളയാണ്. അതോടുകൂടെ ആ എലിയുടെ ബ്ലഡ് ഇപ്പം ആ ജീവിയുടെ ദേഹത്തേക്കായി. ആ ബ്ലഡ് അതിന്റെ ദേഹത്തേക്ക് വന്ന് വീണതും ആ ജീവിയുടെ ആ ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റും. അതെ, അതൊരു ഗൊറില്ലയായിരുന്നു. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായകൻ. ഇയാളുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അയാളിപ്പോ അയാളുടെ വീട്ടിലിരുന്നിട്ട് പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണ്. ഇപ്പൊ നേരത്തെ കണ്ട ആ ലാബ് ഉണ്ടല്ലോ, അത് ഇയാളുടെ ലാബാണ്. ആ ഗൊറില്ലയെ അദൃശ്യനാക്കിയതും ഇയാളാണ്. അതിനുവേണ്ടി അയാൾ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അദൃശ്യനാക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചതിൽ അവർ സക്സസ് ആയി. എന്നാൽ അദൃശ്യനാക്കിയ ഒരു ജീവിയെ തിരിച്ച് പഴയതുപോലെ ആക്കാൻ അവർക്കൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അയാളുടെ കമ്പ്യൂട്ടറിൽ അയാൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ അയാൾ നോക്കിയിട്ടും അദൃശ്യനാക്കിയതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു മരുന്ന് റെഡിയാക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. അയാളാണെങ്കിൽ ശരിക്കും നിരാശയിലിരിക്കുകയാണ്. കാരണം കുറേ ദിവസമായി അയാൾ ഈ വർക്ക് തന്നെയായിരുന്നു. അതിനിടയിലാണ് അയാൾ ഒരു കാര്യം കാണുന്നത്. അയാളുടെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലേക്ക് ഇപ്പൊ ഒരു ലേഡി വന്നു. ഈ സെബാസ്റ്റ്യന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് പെൺപിള്ളേരാണ്. ഏത് പെണ്ണിനെ കണ്ടാലും സെബാസ്റ്റ്യൻ അവളെ വേണം. അതാണ് അവന്റെ പ്രശ്നം. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ആ ലേഡി അവളുടെ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ചെന്നിട്ട് വളരെ ആകാംക്ഷയോടെ ആ ലേഡിയെ തന്നെ നോക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ ലേഡി വന്നിട്ട് അവിടുത്തെ കർട്ടൻ താത്തുന്നത്. അത് കണ്ടതും സെബാസ്റ്റ്യന്റെ നിരാശ വീണ്ടും കൂടാണ്. അങ്ങനെ അയാളിങ്ങനെ പ്രാന്ത് പിടിച്ചിട്ട് ഓരോന്ന് ആലോചിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയം അയാളുടെ മനസ്സ് മുഴുവൻ എങ്ങനെ ആ അദൃശ്യനാക്കിയതിനെ റിവേഴ്സ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അങ്ങനെ കുറെ ആലോചിച്ച് കഴിയുമ്പോൾ അയാൾക്കൊരു ഐഡിയ കിട്ടി. അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് പിന്നെ അയാൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാണ്. അങ്ങനെ അവസാനം അയാൾ അത് കണ്ടെത്തി. ഇപ്പൊ അദൃശ്യനാക്കിയതിന് റിവേഴ്സ് ചെയ്യാനുള്ള മരുന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യം അയാൾക്ക് മനസ്സിലായി. അങ്ങനെ പുള്ളി ഉടനെ തന്നെ വിളിക്കുന്നത് പുള്ളിയുടെ ഒരു കൊളീഗിനെയാണ്. ഇവളുടെ പേര് ലിൻഡ എന്നാണ്. അവളിപ്പോ അവളുടെ റൂമിൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കിടക്കുകയാണ്. ഈ ലിൻഡ എന്ന് പറയുന്നത് സെബാസ്റ്റ്യന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു. എന്നാൽ ഈ സെബാസ്റ്റ്യന്റെ സെൽഫിഷ് ആയിട്ടുള്ള സ്വഭാവം കാരണം അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി. അതിനുശേഷം അവളിപ്പോ പുതിയൊരാളെ കണ്ടെത്തിയതാണ്. അവളുടെ പുതിയ ബോയ് ഫ്രണ്ടിന്റെ പേര് മാറ്റ് എന്നാണ്. അയാളും ഇവരുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവര് തമ്മിൽ സെറ്റപ്പാണ് എന്ന കാര്യമൊന്നും സെബാസ്റ്റ്യൻ അറിയത്തില്ല. അങ്ങനെ അവൾ ഉടനെ തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്തു. അത് വീഡിയോ കോൾ ആണ്. ഈ സമയം അവൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അവളുടെ പുറകിലായിട്ട് കിടക്കുന്ന അവളുടെ പുതിയ ബോയ് ഫ്രണ്ടിനെ സെബാസ്റ്റ്യൻ കാണുന്നുണ്ട്. അത് ആരാണെന്ന് അവൻ ചോദിക്കുകയും ചെയ്തു. ആ കാര്യം നീ അറിയണ്ട എന്നാണ് അവൾ ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ സെബാസ്റ്റ്യൻ ഉടനെ തന്നെ അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. അതായത് അദൃശ്യനായതിനെ റിവേഴ്സ് ചെയ്യാനുള്ള ആ മരുന്നിന്റെ ഫോർമുല അവൻ കണ്ടെത്തി. നീ നാളെ വേഗം തന്നെ ലാബിലേക്ക് വരണം, നമുക്കൊരു നോബൽ പ്രൈസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന അവക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ അവള് വേഗം മാറ്റിനെ വിളിച്ചെഴുന്നേപ്പിച്ചു. അതിനുശേഷം സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാണ്. റിവേഴ്സ് ചെയ്യാനുള്ള ഫോർമുല കണ്ടെത്തിയെന്ന് അറിയുമ്പോൾ മാറ്റിന് ശരിക്കും സന്തോഷമായി. ഈ സമയം മാറ്റ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്, അല്ല കാര്യങ്ങളൊക്കെ ഓക്കെ, നമ്മളുടെ കാര്യം എപ്പോഴാണ് നീ സെബാസ്റ്റ്യന്റെ അടുത്ത് പറയാൻ പോകുന്നതാണ്. അത് കേൾക്കുമ്പോൾ എന്തായാലും ഇപ്പൊ വേണ്ട, അതിനുള്ള സമയം വരുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. സെബാസ്റ്റ്യൻ ഇപ്പം അവന്റെ ലാബിലേക്ക് എത്തി. ഇതേ സമയം തന്നെ മാറ്റ് ആണെങ്കിൽ അവന്റെ ലാബിനകത്താണുള്ളത്. ആ ലാബിലായിട്ട് അവർ കുറെ ജീവികളെ ഓരോരോ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഈ മാറ്റ് ഇപ്പൊ നേരെ പോകുന്നത് ആ ഇൻവിസിബിൾ ആക്കിയ ഗൊറില്ലയുടെ റൂമിലേക്കാണ്. ഈ ഗൊറില്ലയുടെ പേര് ഇസബെല്ല എന്നാണ്. ഇപ്പൊ ആ ഗൊറില്ല ഇൻവിസിബിൾ ആയതുകൊണ്ട് അതിനവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പെക്സ് വെക്കണം. അതും ധരിച്ചുകൊണ്ടാണ് മാറ്റ് ആ ഗൊറില്ലയുടെ കൂട്ടിലേക്ക് കയറുന്നത്. ആ ഗൊറില്ലയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവൻ അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. എന്നാൽ അവൻ ആ ഗൊറില്ലയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഗൊറില്ല അവൻ അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് വേഗം തന്നെ ആ കൂട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ കോറിഡോറിലൂടെ ഓടുകയാണ്. അത് കാണുന്ന മാറ്റും ആ ഗൊറില്ലയുടെ പുറകെ പോവാണ്. അങ്ങനെ മാറ്റ് കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പെട്ടെന്ന് സെബാസ്റ്റ്യൻ അങ്ങോട്ട് വരുന്നത്. ആ ഓട്ടത്തിനിടയിൽ അവനാണെങ്കിൽ സെബാസ്റ്റ്യനെ ചെന്ന് ഇടിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും താഴേക്ക് വീണു. ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അവന്റെ കയ്യിൽ നിന്ന് ചോര വരുന്ന കാണുന്നത്. അതിൽ നിന്നും ഇസബെല്ല അവനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സെബാസ്റ്റ്യന് മനസ്സിലായി. അങ്ങനെ സെബാസ്റ്റ്യൻ വേഗം തന്നെ എഴുന്നേറ്റതിന് ശേഷം അവിടെ നിന്നും തോക്കെടുത്തു. എന്നിട്ട് അവര് രണ്ടുപേരും ഇപ്പൊ ആ ഗൊറില്ലയുടെ പുറകെ പോവാണ്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഗൊറില്ല ഇപ്പം അവിടുത്തെ ഒരു വാതിൽ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരെ കാണുമ്പോൾ ഗൊറില്ല അവരുടെ നേർക്കാണ് വരുന്നത്. ഈ സമയം സെബാസ്റ്റ്യൻ അതിന് നേരെ ഷൂട്ട് ചെയ്തു. അത് മയക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. അങ്ങനെ അത് ദേഹത്ത് വന്ന് കൊണ്ടതും ഗൊറില്ലയാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയത്താണ് അവിടുത്തെ ഡോക്ടർ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് സാറ എന്നാണ്.
വല്ലാത്ത ദേഷ്യത്തിലാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഇൻവിസിബിൾ ആക്കാനുള്ള ഒരു മരുന്ന് അവർ ഗൊറില്ലയുടെ ദേഹത്ത് കുത്തിവെച്ചല്ലോ, അത് അവളുടെ പെർമിഷൻ ഇല്ലാതെയാണ്. ആ മരുന്ന് ഇതുവരെയായിട്ടും മറ്റൊരു ജീവികളിലും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കൊണ്ടാണ് അവൾക്ക് ഇത്ര ദേഷ്യം. അവള് വന്ന ഉടനെ തന്നെ എന്തിനാണ് നീ ടെസ്റ്റ് ചെയ്യാത്ത മരുന്ന് ആ ഗൊറില്ലയുടെ ദേഹത്ത് കുത്തിവെച്ചത് എന്നാണ് സെബാസ്റ്റ്യന്റെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുന്ന സെബാസ്റ്റ്യൻ പറയുന്നത് അത് ഞാൻ കുറെ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവിടുത്തെ ബോസ് ഞാനാണ്, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അവൻ അങ്ങനെ പറയുമ്പോൾ സാറ പിന്നീടൊന്നും പറയുന്നില്ല. അങ്ങനെ അവർ ആ ഗൊറില്ലയെ എടുത്തിട്ട് അവരുടെ ലാബിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സെബാസ്റ്റ്യൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച മരുന്നുണ്ടല്ലോ, അതിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിപ്പോ ആ ഗൊറില്ലയുടെ ദേഹത്ത് കുത്തിവെക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഗൊറില്ലയെ അവിടെ കടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ സെബാസ്റ്റ്യൻ ആ മരുന്നെടുത്തിട്ട് ആ ഗൊറില്ലയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ മരുന്ന് അതിന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ആ മരുന്നൊക്കെ അതിന്റെ ശരീരത്തിലേക്ക് കയറി കഴിയുമ്പോൾ അതിന്റെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആദ്യം തെളിഞ്ഞു വരുന്നത് അതിന്റെ ഇന്റേണൽ ഓർഗൻസ് ആണ്. അങ്ങനെ ഇന്റേണൽ ഓർഗൻസ് മൊത്തം തെളിഞ്ഞു വന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ ഗൊറില്ലയ്ക്ക് ഒരു കാര്യം സംഭവിക്കുന്നത്. അതിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഉടനെ തന്നെ അതിനൊരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീഫിബ്രിലേറ്റർ എടുത്തിട്ട് അതിനിങ്ങനെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി. 4-5 തവണ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഗൊറില്ലയുടെ ഹാർട്ടൊക്കെ ഇപ്പൊ പഴയതുപോലെ തന്നെയായി. അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല അതിന്റെ ശരീരഭാഗങ്ങൾ മൊത്തം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ പൂർണ്ണമായിട്ടും ഗൊറില്ല അതിന്റെ പഴയ അവസ്ഥയിലേക്കായി. അതൊക്കെ കണ്ട് അവരാകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അവര് കണ്ടുപിടിച്ച 2 മരുന്നുകളും ഇപ്പൊ സക്സസ് ആയി. അങ്ങനെ അന്ന് രാത്രി അവരിപ്പോ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നിട്ട് ഒരു പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പാർട്ടിയൊക്കെ നടക്കുന്നതിനിടയിലാണ് ലിൻഡ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവിടെ കാണുന്നില്ല. അവൾ ഉടനെ തന്നെ എഴുന്നേറ്റിട്ട് സെബാസ്റ്റ്യൻ എവിടേക്കാണ് പോയത് എന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ ഇപ്പൊ പുറത്തു പോയിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ഉടനെ തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു. നീ എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമല്ലേ, നമുക്കിത് എൻജോയ് ചെയ്യണ്ടേ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശരിയാണ്, ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസം തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ വല്ലാതെ ഒരു ഒറ്റപ്പെട്ട ഫീല്. നിനക്കറിയാലോ നമ്മൾ തമ്മിൽ എന്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്നാണ്, എന്തിനാണ് നമ്മൾ ബ്രേക്കപ്പ് ആയത്? നമുക്ക് ഒന്നുകൂടെ പഴയതുപോലെ ആയിക്കൂടെ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. എന്നാൽ അവൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൾ ഒന്നും പറയാൻ നിൽക്കുന്നത് കാണുമ്പോൾ സെബാസ്റ്റ്യൻ നൈസായിട്ട് അവളൊന്ന് കിസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ അവളാണെങ്കിൽ അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം സെബാസ്റ്റ്യൻ നേരെ പോകുന്നത് അവന്റെ ലാബിലേക്കാണ്. അവിടെ ഇപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പട്ടിയും കൂടെ ഉണ്ട്. അതിന്റെ കൂട്ടിന് മുമ്പിലേക്കാണ് സെബാസ്റ്റ്യൻ ഇപ്പൊ പോയിരിക്കുന്നത്. ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ജീവികളുടെ കൂടിന്റെ മുകളിലായിട്ട് ഒരു TV വെച്ചിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ജീവി എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഈ സമയം സെബാസ്റ്റ്യൻ അങ്ങോട്ട് ചെന്നിട്ട് ആ പട്ടിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ മരുന്ന് കണ്ടുപിടിച്ച അന്നു മുതൽ അവനൊരാഗ്രഹം, അവനും ഒന്ന് അദൃശ്യനാവണമെന്ന്. അതാണ് അവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി സെബാസ്റ്റ്യനും കൂട്ടരും ഇപ്പൊ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഈ മീറ്റിംഗിന് അവരെ വിളിച്ചിരിക്കുന്നത് മിലിറ്ററിക്കാരാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാസ്റ്റ്യനെ ഇൻവിസിബിൾ ആക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചല്ലോ, അത് ഈ മിലിറ്ററിക്കാർ പറഞ്ഞിട്ടാണ്. ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ആ മിലിറ്ററിക്കാർ ഇപ്പം അവർ ആ മീറ്റിംഗിന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ സെബാസ്റ്റ്യൻ അവന്റെ ആ കണ്ടുപിടുത്തത്തെ കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി. അവരിപ്പോ ഓൾറെഡി ആ പരീക്ഷണത്തിൽ വിജയിച്ചതാണ്. എന്നാൽ ആ ഒരു കാര്യം മാത്രം സെബാസ്റ്റ്യൻ ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നില്ല. ഈ പരീക്ഷണം കംപ്ലീറ്റ് ആക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ ഞങ്ങൾക്ക് തരണം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലിൻഡയ്ക്കും മാറ്റിനും ഡൗട്ടായി. അവർ ഓൾറെഡി ആ പരീക്ഷണത്തിൽ വിജയിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് സെബാസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. സെബാസ്റ്റ്യൻ കുറച്ചുകൂടെ സമയം വേണമെന്ന് പറയുമ്പോൾ അവിടെ ക്രേമർ എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു നല്ല സയന്റിസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നെ ഞങ്ങൾ വിളിച്ചത്. പക്ഷെ ഇതിപ്പോ ഒരുപാട് കാലമായി, ഞങ്ങളുടെ ക്ഷമയെല്ലാം ശരിക്കും നശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം, കുറച്ച് ദിവസങ്ങൾ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആളെ നോക്കും എന്നാണ് ക്രാമർ പറയുന്നത്. സെബാസ്റ്റ്യൻ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം അവർ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം ലിൻഡയും മാറ്റും ചോദിക്കുന്നത്, നീ എന്തിനാണ് അവരോട് അങ്ങനെ പറഞ്ഞത്? നമ്മൾ ഓൾറെഡി ഇതിൽ സക്സസ് ആയില്ലേ, പിന്നെ എന്തിനാണ് നീ കളവ് പറയാൻ പോയത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതേക്കുന്ന സെബാസ്റ്റ്യൻ പറയുന്നത്, നമ്മളിപ്പോ ഈ കാര്യത്തിൽ സക്സസ് ആയി എന്ന കാര്യം അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ പ്രൊജക്ട് പിന്നെ അവരേറ്റെടുക്കും. അതോടുകൂടെ നമ്മൾ ഔട്ടാവും. നിങ്ങളെ സംബന്ധിച്ച് ഇത് വെറും ഒരു പ്രൊജക്റ്റാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇതെന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് ഇനിയും കുറെ കാര്യങ്ങൾ എനിക്കിതിൽ പരീക്ഷിക്കാനുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഫേസ് 3ലേക്ക് കടക്കണം എന്നാണ് അവൻ പറയുന്നത്. ഈ ഫേസ് 3 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ അദൃശ്യനാക്കുക, അതാണ് സംഭവം. എന്നാൽ അത് കേൾക്കുമ്പോൾ മാറ്റ് പറയുന്നത്, ഫേസ് 3യോ അതിനൊന്നും നമുക്ക് ഒരിക്കലും അപ്രൂവൽ കിട്ടാൻ പോകുന്നില്ല. അപ്രൂവൽ കിട്ടാതെ അതിനെ നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാനില്ല എന്നാണ് മാറ്റ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ ആരും ജയിലിൽ പോകാൻ പോകുന്നില്ല. കുറച്ച് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫേസ് 3യിലും കൂടെ നമ്മൾ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നോബൽ പ്രൈസ് ആണ് എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. നോബൽ പ്രൈസ് ഒക്കെ കിട്ടുന്നു പറയുമ്പോൾ മാറ്റും ലിൻഡയും അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 3 പേരും തിരിച്ചവരുടെ ടീമിന്റെ അടുത്തേക്ക് എത്തി. അവരിപ്പോ ഫേസ് 3 ചെയ്യാൻ പോവാണ് എന്ന കാര്യം അവർ അറിയിക്കുകയും ചെയ്തു.
ഈ സമയം സാറ ചോദിക്കുന്നത് ഫേസ് 3 ചെയ്യാൻ പോവാണെന്നോ, അതിനുള്ള പെർമിഷൻ നിങ്ങൾക്ക് കിട്ടിയോ എന്നാണ്. അതേക്കുമ്പോൾ പെർമിഷനൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. പെർമിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും ഫേസ് 3 ചെയ്യാൻ സമ്മതമായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അവർ ഫേസ് 3 ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതിനൊരു ടെസ്റ്റ് സബ്ജക്റ്റും ആണല്ലോ, അതായത് ആ പരീക്ഷണത്തിന് വേണ്ടി ആരെങ്കിലും സ്വയം തയ്യാറാവണം. ആ ജോലി ഏറ്റെടുക്കുന്നതും സെബാസ്റ്റ്യൻ തന്നെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പൊ സെബാസ്റ്റ്യനെ അദൃശ്യനാക്കാൻ പോവാണ്. അതിനുവേണ്ടി അവരവനെ ലാബിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ബെഡിൽ കിടത്തി. അതിനുശേഷം ഇൻവിസിബിൾ ആക്കാനുള്ള മരുന്ന് അങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇൻവിസിബിൾ ആക്കാനുള്ള മരുന്ന് നീല കളറിലാണ് ഇരിക്കുന്നത്. ഈ സമയം ലിൻഡയാണ് അത് അവന്റെ ദേഹത്തേക്ക് കുത്തിവെക്കാൻ പോകുന്നത്. അത് കാണുന്ന സെബാസ്റ്റ്യൻ പറയുന്നത്, വേണ്ട ലിൻഡ, ഞാൻ തന്നെ എന്റെ ശരീരത്തിൽ കുത്തിവെച്ചോളാം. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ആരും പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ആ ഇഞ്ചക്ഷൻ മേടിച്ചു. എന്നിട്ട് അവൻ തന്നെ അവന്റെ ശരീരത്തിലേക്ക് അത് കുത്തിവെക്കുകയാണ്. അതിനെ തുടർന്ന് ആ മരുന്ന് അവന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ആ മരുന്ന് പൂർണ്ണമായിട്ട് അവന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ അവന് വല്ലാണ്ട് വേദന എടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ചിട്ട് അവന്റെ തൊലിയൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സെബാസ്റ്റ്യൻ ആണെങ്കിൽ വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ അവന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ട് മാഞ്ഞു പോവാണ്. അതെ, അവൻ അദൃശ്യനായി. മാത്രമല്ല ഇപ്പൊ ഉണ്ടായ ആ ഷോക്കിനെ തുടർന്ന് അവന്റെ ബോധം പോവുകയും ചെയ്തു. എങ്കിലും അവർ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ 17 മണിക്കൂറുകൾ കഴിഞ്ഞു. സെബാസ്റ്റ്യൻ ഇതുവരെയായിട്ടും ബോധം വന്നിട്ടില്ല. അവന്റെ റൂമിലായിട്ട് ലിൻഡ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് മാറ്റും അങ്ങോട്ട് വരുന്നത്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സെബാസ്റ്റ്യൻ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ അവൻ പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്യാനാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവൻ മൊത്തം അദൃശ്യനായല്ലോ. അവന്റെ കൺപോളകൾ ഇപ്പൊ ട്രാൻസ്പെറന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവന് കൺപോളകൾ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഏത് സമയവും അവന്റെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കും. അതിപ്പോ അവന് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവൻ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞത്. അങ്ങനെ ലിൻഡയും മാറ്റും കൂടെ സെബാസ്റ്റ്യനെയും കൂട്ടി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ചെന്നു. സെബാസ്റ്റ്യൻ ആ റൂമിലേക്ക് കയറി ഉടനെ തന്നെ അവിടെ ചെന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവനിപ്പോ എങ്ങോട്ടാണ് നടക്കുന്നത് എന്ന കാര്യമൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ അവർക്ക് അവനെ കാണണമെന്നുണ്ടെങ്കിൽ ആ കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ സമയം രാത്രിയായി കഴിയുമ്പോൾ മാറ്റും ലിൻഡയും കൂടെ സെബാസ്റ്റ്യനെ വീണ്ടും അവന്റെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. എന്നിട്ട് അവന്റെ ബെഡ് കിടത്തിയതിനു ശേഷം ലിൻഡ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്നെ നിരീക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ തെർമൽ ക്യാമറ വെച്ചിട്ടുണ്ട്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടുന്ന് വിളിച്ചാൽ മതി, ആ ക്യാമറയിലൂടെ നിന്നെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ലിൻഡ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ആ ലാബിലുള്ള എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ സെബാസ്റ്റ്യനെ കൂടാതെ സാറ മാത്രമേ അവിടെയുള്ളൂ. അവളാണ് ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നത്. അവളിപ്പോ അവിടുത്തെ റൂമിലിരിക്കുകയാണ്. ആ ക്യാമറയിലൂടെ അവൾ സെബാസ്റ്റ്യനെ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവന്റെ ബെഡ് കിടക്കുന്നുണ്ട്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൾ അവിടുത്തെ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അങ്ങോട്ട് വരുന്നത്. അവൻ നേരെ വരുന്നത് സാറ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. എന്നിട്ട് പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ തലയിലൊന്ന് തലോടി. അവളെ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റ ഉടനെ തന്നെ അവൾ സെബാസ്റ്റ്യൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവന്റെ മറുപടി ഒന്നും കേൾക്കുന്നില്ല. ഇനിയിപ്പോ താൻ സ്വപ്നം കണ്ടതാണോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നാൽ അവൾ നോക്കുമ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ബട്ടൺസ് ഒക്കെ അഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ സംശയം കൂടാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ക്യാമറ വഴി സെബാസ്റ്റ്യനാണ് നോക്കുന്നത്. എന്നാൽ ഈ സമയം അവൾ നോക്കുമ്പോൾ അവൻ ബെഡിലില്ല. എന്നാലും സെബാസ്റ്റ്യൻ തന്നെയാണ് തന്റെ അടുത്തേക്ക് വന്നത് എന്നവൾക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് അവൾ ഒന്നുകൂടെ ആ ക്യാമറയിലേക്ക് നോക്കി. ഈ സമയം സെബാസ്റ്റ്യൻ അവന്റെ ബെഡ് കിടക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഉടനെ തന്നെ ലിൻഡയെയും മാറ്റിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. അതിനുശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ സെബാസ്റ്റ്യനോട് കാര്യം ചോദിച്ചു, നിന്നെ ആ സമയത്ത് റൂമിൽ കണ്ടില്ലല്ലോ എന്ന്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞത് അവനൊരു കോഫി കുടിക്കാൻ പോയതാണെന്നാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് സാർ ഇപ്പൊ അവരുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ലിൻഡ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്? അത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്ന് സത്യം തന്നെയാണ്. പക്ഷെ അത് സെബാസ്റ്റ്യൻ ആണ് ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പിച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അത് ഞാൻ കണ്ടൊരു സ്വപ്നമായിരിക്കും. എങ്കിലും ഈ കാര്യം എനിക്ക് ആരോടെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നാണ് സാറ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലിൻഡ, ഇതൊക്കെ നിന്റെ തോന്നലാണ്, സെബാസ്റ്റ്യൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലിൻഡ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. മാറ്റ് ഇപ്പോ സെബാസ്റ്റ്യന്റെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യാണ്. അതിനുവേണ്ടി അവന്റെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് അവിടെ ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഡ്രസ്സൊക്കെ ധരിച്ചതുകൊണ്ട് സെബാസ്റ്റ്യന്റെ മുഖം മാത്രമാണ് കാണാതിരിക്കുന്നത്. ഇപ്പൊ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനിടയിൽ മാറ്റ് അവന്റെ അടുത്ത് സാറ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നീ എവിടെ പോയതായിരുന്നു? ഈ സമയം സെബാസ്റ്റ്യൻ അവനോടും പറയുന്നത് ഞാൻ കോഫി കുടിക്കാൻ പോയതാണെന്നാണ്. അങ്ങനെ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അവന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം മാറ്റ് അവിടുന്ന് പോയി. ഈ സമയത്താണ് സാറ അങ്ങോട്ട് വരുന്നത്. സാറ വന്ന ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വയറുകളൊക്കെ അഴിച്ചു മാറ്റാണ്. ഈ സമയത്താണ് സെബാസ്റ്റ്യൻ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നിന്നെ കണ്ടിട്ട് നീ വല്ലാതെ നെർവസ് ആയതുപോലെ ഉണ്ടല്ലോ, നിനക്ക് എന്തു പറ്റി എന്നാണ് സെബാസ്റ്റ്യൻ ചോദിക്കുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിന്റെ തോന്നലാണ് എന്നാണ് അവളതിന് മറുപടി പറയുന്നത്. എന്നാൽ ഈ സമയവും സെബാസ്റ്റ്യൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കാര്യം അവൾക്കും മനസ്സിലായി. നീ എന്നെ എന്തിനാണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കിയിട്ടില്ലല്ലോ, നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്നാണ് സെബാസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സാർ അവിടുന്ന് പോയി. ഈ സമയം സെബാസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ദേഹത്തെ ബാക്കിയുള്ള വയറുകളൊക്കെ റിമൂവ് ചെയ്യാണ്. അവന്റെ ഈ ഒരു അവസ്ഥ അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ജാനിസ് എന്ന് പറഞ്ഞൊരു ലേഡി അവിടുത്തെ ബാത്റൂമിലേക്ക് പോവാണ്. എന്നാൽ അവൾ അവിടുത്തെ ടോയ്ലറ്റിൽ ചെന്നിരിക്കുമ്പോഴാണ് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട ഉടനെ തന്നെ അവൾ ആ കണ്ണാടി എടുത്തു വെച്ച് നോക്കി. എന്നാൽ ആ ഏരിയയിലൊന്നും ആരെയും കാണുന്നില്ല. ഇപ്പൊ ആ കണ്ണാടി വെച്ച് നോക്കിയപ്പോഴാണ് അവൾക്ക് ശരിക്കും ആശ്വാസമായത്. അങ്ങനെ ഇപ്പൊ എല്ലാവരും അവിടുത്തെ ആ മെസ് ഹാളിലിരിക്കുകയാണ്. ഈ സമയം അവരുടെ കൂടെയുള്ളത് ഫ്രാങ്കും കാർട്ടറും ആണ്. ഇപ്പൊ ആ രണ്ട് ലേഡീസ് അവരുടെ അടുത്ത് പറയുന്നത് സെബാസ്റ്റ്യന്റെ കാര്യമാണ്. അവൻ ഏത് സമയം എവിടെ വേണമെങ്കിലും വരാം, അവൻ ഞങ്ങളെ വന്ന് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവൻ എന്ത് രസമാണ് കിട്ടുന്നത്. ഇപ്പൊ മനുഷ്യന് വല്ലാത്തൊരു പേടിയാണ്. ഒന്ന് മൂത്രമൊഴിക്കാൻ പോണെങ്കിൽ പോലും ആ സ്പെക്സും എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോകുന്നത് നോക്കി നിൽക്കലല്ല അവന്റെ പണി എന്നാണ് കാർട്ടർ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോയി. എന്നാൽ ഇവരറിയാതെ അവിടെ ഒരു ചെയറിൽ സെബാസ്റ്റ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനും കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ലിൻഡ ഇപ്പം അവിടുത്തെ റൂമിലിരുന്ന് മൈക്രോസ്കോപ്പിൽ എന്തോ നോക്കുകയാണ്. ഈ സമയം അവൾ ഒരു കോള കുടിക്കുന്നുണ്ട്. അങ്ങനെ കോള കുടിച്ചതിന് ശേഷം അവൾ അത് താഴേക്ക് വെച്ചു. എന്നിട്ട് പിന്നെയും ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ തുടങ്ങി. എന്നാൽ അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അവൾ നോക്കുമ്പോൾ ആ കോള അവിടെ കാണുന്നില്ല. അതിപ്പോ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സെബാസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. നീ എന്താ സെബാസ്റ്റ്യൻ എന്നെ കളിപ്പിക്കാനാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുന്ന സെബാസ്റ്റ്യൻ പറയുന്നത്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാത്രം രസകരമാണ് എന്ന് നിനക്ക് അറിയത്തില്ല ലിൻഡ. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ ഫീൽ ചെയ്യണം. നിനക്ക് എന്നെ പോലെ ഇൻവിസിബിൾ ആയിക്കൂടെ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നാണ് ലിൻഡ പറയുന്നത്. ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ അവളുടെ പുറകിൽ നിന്ന് പിടിച്ചു. അതിനുശേഷം അവളെ കിസ് ചെയ്യാണ്. ലിൻഡയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവളുടെ അനുവാദമില്ലാതെ അവൻ കിസ് ചെയ്ത് കാണുമ്പോൾ അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ട് അവൾ വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സെബാസ്റ്റ്യൻ ഇപ്പൊ അദൃശ്യനായിട്ട് 86 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനിയിപ്പോ അവരവനെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി അവനവിടെ കിടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പം ആ റിവേഴ്സ് ചെയ്യാനുള്ള മരുന്നെടുത്ത് അവന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അങ്ങനെ ആ മരുന്നൊക്കെ അവന്റെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുകയാണ്. മാത്രമല്ല അവന് ശ്വാസം എടുക്കാനും പറ്റുന്നില്ല. അവൻ അവിടെ കിടന്നിങ്ങനെ കൊതർന്ന് കാണുമ്പോൾ എല്ലാവരും വന്നിട്ട് ബലമായിട്ട് അവനെ പിടിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഈ സമയം സെബാസ്റ്റ്യൻ ആണെങ്കിൽ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ അവരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം അവൻ ആ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അവൻ താഴേക്ക് ഇറങ്ങിയതും 2 സെക്കൻഡ് നേരത്തേക്ക് അവന്റെ പഴയ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവന്റെ തൊലികളൊക്കെ വീണ്ടും മാഞ്ഞു പോവാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീണു. അത് കണ്ടതും എല്ലാവരും അവനെ പിടിച്ചിട്ട് ആ ബെഡിലേക്ക് തന്നെ അടത്തി. എന്നാൽ ഈ സമയം അവർ നോക്കുമ്പോൾ അവന് പൾസ് ഇല്ല. അത് കാണുന്ന മാറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന് വേഗം തന്നെ CPR കൊടുക്കുകയാണ്. അങ്ങനെ കുറേയൊക്കെ CPR കൊടുത്തു കഴിയുമ്പോൾ അവന്റെ പൾസ് ഒക്കെ വന്നു. എന്നാൽ ഇപ്പൊ അവന് ബോധമില്ല. മാത്രമല്ല അവനിപ്പോ വീണ്ടും അദൃശ്യനായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ റിവേഴ്സ് ചെയ്യാനുള്ള ഈ മരുന്ന് കണ്ടുപിടിച്ചല്ലോ, അത് മനുഷ്യരിൽ വർക്കാവുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ സെബാസ്റ്റ്യന് ബോധം വന്നു. ഈ സമയം ലിൻഡ അവന്റെ അടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ മരുന്ന് ഫെയിൽ ആണല്ലോ, ഇനി മിലിറ്ററിക്കാരുടെ അടുത്ത് എന്താണ് നീ പറയാൻ പോകുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ തൽക്കാലം ഈ കാര്യം അവരെ അറിയിക്കണ്ട, നമുക്ക് ആ മരുന്നിൽ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റും കൂടെ നടത്താനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഇവരുടെ എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം സെബാസ്റ്റ്യനെ കാണാൻ പറ്റുന്നില്ല എന്നാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അവരിപ്പോ അവന് വേണ്ടി ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യാണ്. അങ്ങനെ ആ ലിക്വിഡൊക്കെ റെഡിയാക്കിയതിനു ശേഷം അവരത് അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. കുറച്ച് സമയം കഴിയുമ്പോൾ അതെല്ലാം സെറ്റായി. അങ്ങനെ അത് സെറ്റായി കഴിയുമ്പോൾ ലിൻഡ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക വെച്ചിട്ട് അവന്റെ വായ്ഭാഗം കട്ട് ചെയ്തു. അതിനുശേഷം അവന്റെ 2 കണ്ണിന്റെ ഭാഗങ്ങളും കട്ട് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവരിപ്പോ അവന്റെ രൂപം അവന് കണ്ണാടിയിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അവന്റെ കണ്ണിന്റെ ഭാഗത്ത് 2 കുഴിയാണ്. അത് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടി അവനൊരു കണ്ണാടിയും കൂടെ വെച്ചു കൊടുത്തു. അങ്ങനെ പിന്നെയും കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. സെബാസ്റ്റ്യൻ ഇപ്പോൾ വല്ലാതെ ഛർദ്ദിക്കുകയാണ്. അവന്റെ ഈ ഒരു അവസ്ഥ അവന്റെ ശരീരം താങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ വല്ലാതെ ദേഷ്യപ്പെടാണ്. 10 ദിവസമായി ഞാൻ ഈ അവസ്ഥയിലേക്കായിട്ട്. ഇതുവരെയായിട്ടും എന്നെ റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്ത് സയന്റിസ്റ്റ് ആണ്? എനിക്കെന്തായാലും ഈ അവസ്ഥയിൽ ഇനി ഇവിടെ തുടരാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെയാണ് അവനിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത്. അതേക്കുന്ന ലിൻഡയാണെങ്കിൽ നീ ഒന്ന് റെസ്റ്റ് എടുക്ക് സെബാസ്റ്റ്യൻ, അത് കഴിഞ്ഞ് നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പൊ സെബാസ്റ്റ്യൻ പറയുന്നത് ഇനി ഒരു രാത്രി പോലും ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ആ ബെഡിലേക്ക് കയറി കിടക്കുകയാണ്. അങ്ങനെ സമയം രാത്രി എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ കാർട്ടർ മാത്രമാണ് അവിടെ ഉള്ളത്. ഈ സമയം സെബാസ്റ്റ്യൻ റെഡി ആയിട്ട് നേരെ കാർട്ടറിന്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം സെബാസ്റ്റ്യൻ പറയുന്നത് എനിക്ക് ഇതിനകത്തിരുന്ന് മടുത്തു, അതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് നടക്കാൻ തുടങ്ങി. അത് കാണുന്ന കാർട്ടർ അവന്റെ പുറകെ പോവാണ്. നീ ഈ ഒരു അവസ്ഥയിൽ പുറത്തു പോകണ്ട, അത് നമ്മുടെ റൂൾസിനെതിരാണ് എന്നൊക്കെ കാർട്ടർ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ സെബാസ്റ്റ്യൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല. നീ ഇവിടെ നിന്നാ മതി, എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാന്നും പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ലിഫ്റ്റിൽ കയറി അവിടുന്ന് പോവാണ്. എന്നാൽ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞതും കാർട്ടർ വേഗം ചെന്നൊരു ഫോൺ എടുത്തു. എന്നിട്ട് സെബാസ്റ്റ്യൻ ഇപ്പൊ പുറത്തേക്ക് പോയ കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കുകയാണ്. അങ്ങനെ സെബാസ്റ്റ്യൻ ഉടനെ തന്നെ അവന്റെ കാറും എടുത്തിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. പോകുന്ന വഴി അവനൊരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുന്നുണ്ട്. ഈ സമയം അവന്റെ കാറിന്റെ അടുത്തായിട്ട് മറ്റൊരു കാറിൽ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവന്റെ ആ രൂപം കാണുമ്പോൾ ആ കുട്ടികളൊക്കെ കൗതുകത്തോടെ അവനിങ്ങനെ നോക്കുകയാണ്. ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അവന്റെ കണ്ണട മാറ്റുന്നത്. അവന്റെ ആ രൂപം കാണുമ്പോൾ കുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. ഈ സമയം സെബാസ്റ്റ്യൻ ആണെങ്കിൽ വേഗം തന്നെ അവന്റെ വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ സെബാസ്റ്റ്യൻ നേരെ പോകുന്നത് അവന്റെ ഫ്ളാറ്റിലേക്കാണ്. അവനിപ്പോ ചില പുസ്തകങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ അയൽപ്പക്കത്തെ ഫ്ളാറ്റിലുള്ള ആ ലേഡി അങ്ങോട്ട് വരുന്നത്. കുറെ കാലമായിട്ട് അവൻ ആ ലേഡി ആഗ്രഹിക്കുന്നുണ്ട്.
ഇന്ന് ആ ആഗ്രഹം സാധിക്കണം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവൻ വേഗം തന്നെ അവന്റെ ഡ്രസ്സൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ലേഡി ഇപ്പോൾ കുളിച്ചോണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അവൾ ഉടനെ തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ ആ വാതിലൂടെ നോക്കുമ്പോൾ പുറത്ത് ആരെയും കാണുന്നില്ല. എന്നാൽ പിന്നെയും ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന അവൾ വാതിൽ തുറന്നു. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൾ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ ഈ സമയം സെബാസ്റ്റ്യൻ ആണെങ്കിൽ ആ വീടിന്റെ അകത്തേക്ക് കയറുകയും ചെയ്തു. അങ്ങനെ ആരെയും കാണാത്തോണ്ട് അവൾ വീടിന്റെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ട് വാതിലടച്ചു. എന്നാൽ ഈ സമയത്താണ് സെബാസ്റ്റ്യൻ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ച് റേപ്പ് ചെയ്യാണ്. ഇതേ സമയം തന്നെ ലിൻഡെ ആണെങ്കിൽ സെബാസ്റ്റ്യനെ അന്വേഷിച്ച് അവന്റെ ഫ്ളാറ്റിലേക്ക് എത്തി. അവൾ അവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ അവൻ അവന്റെ മാസ്ക് ഒക്കെ അവിടെ ഊരി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അവൻ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ലിൻഡ അവിടെ നിൽക്കുന്നത് അപ്പുറത്തെ ഫ്ളാറ്റിൽ നിന്നിട്ട് സെബാസ്റ്റ്യനും കാണുന്നുണ്ട്. ഈ സമയം ലിൻഡ വേഗം തന്നെ അവരുടെ ലാബിലേക്ക് വിളിച്ചു. അതിനുശേഷം സെബാസ്റ്റ്യന്റെ കാര്യങ്ങളൊക്കെ പറയാണ്. സെബാസ്റ്റ്യൻ അവന്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവന്റെ ഡ്രസ്സും മാസ്ക് ഒക്കെ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഇപ്പൊ തന്നെ ലാബിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്ത് ഫ്ളാറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ അവൾ അതിലെ നടക്കുന്നൊക്കെ നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം സെബാസ്റ്റ്യൻ അവന്റെ റൂമിലേക്ക് കയറി. എന്നിട്ട് അവന്റെ മുഖം ഒന്ന് കഴുകാണ്. അവൻ വെള്ളം മുഖത്തേക്ക് ആക്കുമ്പോൾ അവന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരുടെ ലാബിലേക്ക് എത്തി. ഒരു ധൈര്യത്തിന് വേണ്ടി എല്ലാവരും തോക്കെടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് സെബാസ്റ്റ്യൻ വരുന്നത്. സെബാസ്റ്റ്യനെ കണ്ടതും ലിൻഡ ചോദിക്കുന്നത്, നീ എവിടെ പോയതായിരുന്നു? ഞാൻ നിന്റെ ഫ്ളാറ്റിൽ വന്നായിരുന്നല്ലോ, നീ എന്തിനാണ് നിന്റെ മാസ്ക് ഒക്കെ ഊരി വെച്ചിട്ട് പോയത് എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ് എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അത് കേൾക്കുന്ന ലിൻഡയ്ക്കാണെങ്കിൽ ദേഷ്യമാണ് വരുന്നത്. ഇനി മേലാൽ ഞങ്ങൾ അറിയാതെ നീ എങ്ങാനും പുറത്തു പോവാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ മിലിറ്ററിക്കാരെ അറിയിക്കും എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുന്ന സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ്. എന്നാൽ ഈ സമയം സാറ ലിൻഡയുടെ അടുത്ത് ചോദിക്കുന്നത്, അപ്പൊ ഈ കാര്യങ്ങളൊന്നും മിലിറ്ററിക്കാർ അറിയത്തില്ലേ? അവരെ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഫേസ് 3 തുടങ്ങിയത് എന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് സെബാസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നിന്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും മിലിറ്ററിക്കാർ അപ്രൂവൽ തന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മരുന്ന് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് ഈ കാര്യം മിലിറ്ററിക്കാരെ അറിയിച്ചാൽ മതി എന്നാണ് ലിൻഡ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഇപ്പൊ ലാബിലേക്ക് എത്തി. അവരിപ്പം ആ റിവേഴ്സ് ചെയ്യാനുള്ള മരുന്നിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോ വർക്കാവോ എന്നൊക്കെ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കമ്പ്യൂട്ടർ സിമുലേഷൻ ആണ് അവരിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 95% അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും നിരാശയിലാണ്. എന്നാൽ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഈ മരുന്നെങ്ങാൻ എന്റെ ശരീരത്തിൽ കുത്തിവെച്ചിരുന്നെങ്കിൽ അതോടെ ഞാൻ ആവിയായി പോയനെ എന്നൊക്കെ ദേഷ്യത്തോടെ മാറ്റിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സെബാസ്റ്റ്യൻ മാറ്റിനോട് ദേഷ്യപ്പെട്ടത് ലിൻഡയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിൻഡ വേഗം സെബാസ്റ്റ്യന്റെ അടുത്തേക്ക് വന്നു. നീ എന്തിനാണ് മാറ്റിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത്? അവൻ നിന്നെ സഹായിക്കാനല്ല ശ്രമിച്ചത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ എന്നെ സഹായിക്കുന്നത് ഇങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത് എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. ഓ, നീ അങ്ങനെയാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ലൈഫിന്റെ കാര്യം നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നടക്കാൻ തുടങ്ങി. അവൾ അങ്ങനെ പറയുമ്പോൾ സെബാസ്റ്റ്യനും ദേഷ്യം വരാണ്. അവൻ ഉടനെ തന്നെ ചെന്നിട്ട് ലിൻഡയെ പിടിച്ചു. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ലൈഫോ? എനിക്കിനി എന്ത് ലൈഫാണുള്ളത്? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിസണർ അല്ലേ? ഇവിടെ എനിക്കെന്ത് ജീവിതമാണ്? പക്ഷെ നിന്റെ കാര്യമോ? നീ നിന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് എൻജോയ് ചെയ്യല്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, അതെ, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടുമായിട്ട് എൻജോയ് ചെയ്യാണ്. അതിന് നിനക്കെന്താ? നീ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് നിനക്ക് ലൈഫ് ഇല്ലാന്ന്. പിന്നെ ഞാൻ ആ കാര്യത്തിൽ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലിൻഡ അങ്ങനെ പറഞ്ഞത് സെബാസ്റ്റ്യന് തീരെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. പക്ഷെ അവനെങ്ങാനും ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ പുതിയൊരു ഐഡിയ കണ്ടെത്തുകയാണ്. ഇപ്പൊ അവൻ ആ റൂമിൽ കിടക്കുന്നത് ആ തെർമൽ ക്യാമറ വഴി എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അതാണല്ലോ അവന്റെ പ്രശ്നം. അത് ഒഴിവാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ നേരെ ലാബിലേക്ക് ചെന്നു. ഈ സമയം അവിടെ ഫ്രാങ്ക് മാത്രമേ ഉള്ളൂ. അയാൾ അറിയാതെ അവൻ അവിടെ നിന്നും പഴയൊരു ഹാർഡ് ഡിസ്ക് എടുത്തു. എന്നിട്ട് തിരിച്ച് അവന്റെ റൂമിലേക്ക് വന്നിട്ട് അവന്റെ ക്യാമറയിൽ പഴയ ഹാർഡ് ഡിസ്ക് ഫിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ആ ടി വിയിൽ നോക്കുമ്പോൾ അവന്റെ പഴയ വിഷ്വൽസ് ആണ് കാണുക. അതായത് അവൻ ഇനി എവിടേക്ക് പോയാലും അവൻ ആ റൂമിൽ തന്നെ ഉണ്ട് എന്നായിരിക്കും ബാക്കിയുള്ളവർ വിശ്വസിക്കുക. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം സെബാസ്റ്റ്യൻ നേരെ പോകുന്നത് ലിൻഡയുടെ വീട്ടിലേക്കാണ്. ആരാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്താണ് മാറ്റ് അകത്തേക്ക് വരുന്നത്. അപ്പൊ മാറ്റാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. ആ ഒരു ദേഷ്യത്തിൽ അവൻ ആ വീടിന്റെ ചില്ല് മൊത്തം തല്ലിപ്പൊളിക്കുകയാണ്. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ചില്ല് പൊട്ടിയത് കാണുമ്പോൾ മാറ്റും ലിൻഡയും ആ ജനലിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവര് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇനിയിപ്പോ സെബാസ്റ്റ്യൻ എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ലിൻഡ ഉടനെ തന്നെ ലാബിലിരിക്കുന്ന ഫ്രാങ്കിനെ വിളിച്ചു. എന്നാൽ അവൻ ടി വിയിൽ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് ഫ്രാങ്ക് പറയുന്നത്. അങ്ങനെ സെബാസ്റ്റ്യൻ തിരിച്ച് ലാബിലെത്തി. ലിൻഡയുടെ കാര്യത്തിൽ അവൻ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. അവനിങ്ങനെ ഒരു പുതപ്പൊക്കെ മൂടി ഭ്രാന്ത് പിടിച്ച് അതിലെങ്ങനെ നടക്കുകയാണ്. ഈ സമയം അവിടെ ആ കൂട്ടിക്കിടക്കുന്ന അദൃശ്യനായിട്ടുള്ള ആ നായ ഉണ്ടല്ലോ, അതിങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. ആ ശബ്ദം കൂടെ കേൾക്കുമ്പോൾ സെബാസ്റ്റ്യന്റെ ദേഷ്യം ഇങ്ങനെ കൂടാൻ തുടങ്ങി. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന്നിട്ട് ആ കൂട്ടിൽ നിന്ന് നായ എടുത്തു. എന്നിട്ട് അതിനെ ആ കൂട്ടിലിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊല്ലുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി സാറ ഇപ്പം ആ കൂട്ടിലിട്ടിരിക്കുന്ന ജീവികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. എന്നാൽ അവൾ ആ നായയുടെ കൂട്ടിനടുത്ത് എത്തുമ്പോൾ അത് ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്.
അത് കണ്ടതും അവൾ നേരെ സെബാസ്റ്റ്യന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ കൂട്ടിൽ കിടക്കുന്ന നായ ചത്തല്ലോ, ഇന്നലെ രാത്രി നീ ഇവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടായിരുന്നോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടിട്ടില്ല എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. പിന്നെ ഒരു നായ എങ്ങനെയാണ് വെറുതെ ചാവുന്നത് എന്നാണ് അവളുടെ അടുത്ത ചോദ്യം. അതേക്കുമ്പോൾ നീ എന്താ നായനെ കൊന്നത് ഞാനാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതൊക്കെ മൃഗങ്ങളാണ് സാറാ, അവറ്റകൾ എപ്പം മരിക്കുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. അതേക്കുന്ന ലിൻഡയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ലിൻഡ ചെന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അവരിപ്പം സെബാസ്റ്റ്യന്റെ ആ CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യാണ്. തലേ ദിവസം രാത്രി മുഴുവൻ അവൻ അവന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സാറ് ചോദിക്കുന്നത് പിന്നെ എങ്ങനെയായിരിക്കും ആ നായ മരിച്ചതെന്നാണ്. അങ്ങനെ സമയം രാത്രി ലിൻഡ ഇപ്പം അവളുടെ റൂമിലിരിക്കുകയാണ്. ഈ സമയത്താണ് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. ആരോ ആ റൂമിലേക്ക് വന്നിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. എന്നാൽ ആരോ ആ റൂമിലുണ്ട് എന്ന ഫീലിംഗ് അവൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നും അത് സെബാസ്റ്റ്യൻ ആണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാർ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ലാബിലേക്ക് പോവാണ്. ഈ സമയം മാറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. അവൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അവിടുത്തെ ആ തെർമൽ ക്യാമറയാണ്. അതിലൂടെ നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ റൂമിൽ കിടക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അത് ചെക്ക് ചെയ്തതിനു ശേഷം അവൾ നേരെ സെബാസ്റ്റ്യന്റെ റൂമിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ സമയം അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ സെബാസ്റ്റ്യൻ അവിടെ കാണുന്നില്ല. ഈ സമയം അവൾ നോക്കുന്നത് ആ റൂമിൽ വെച്ചിരിക്കുന്ന ക്യാമറയിലേക്കാണ്. അത് അഴിച്ചു നോക്കുമ്പോൾ അതിലെ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ സെബാസ്റ്റ്യൻ തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായ ഉടനെ തന്നെ അവൾ ബാക്കിയുള്ളവരെ വിളിച്ചു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ലാബിലേക്ക് വരണം എന്നാണ് അവൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ കാറിൽ ആ ലാബിലേക്ക് വരാൻ തുടങ്ങി. ഈ സമയം സെബാസ്റ്റ്യനും ആ ഏരിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഈ രാത്രി എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ അവൻ അവരുടെ പുറകെ ഓടുകയാണ്. അവൻ ഓടുന്നത് അവിടെ താഴെ കിടക്കുന്ന വെള്ളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എല്ലാവരും ലാബിലെത്തിയതിനു ശേഷം അവരൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ഇപ്പൊ സെബാസ്റ്റ്യൻ അവരെ പറ്റിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഈ കാര്യം മിലിറ്ററിക്കാരെ അറിയിക്കണം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ നിൽക്ക്, ഈ കാര്യം മിലിറ്ററിക്കാരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ലിൻഡയും മാറ്റും അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ലിൻഡയും മാറ്റും നേരെ പോകുന്നത് ആ ക്രേമറെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം അവർ സെബാസ്റ്റ്യന്റെ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു. ഈ സമയം അയാൾ പറയുന്നത് നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾ നേരെ ലാബിലേക്ക് പോയിക്കോ, സെബാസ്റ്റ്യന്റെ കാര്യം ഞാനും എന്റെ ടീമും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അവരവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ സെബാസ്റ്റ്യനും കാണുന്നുണ്ട്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്രാമർ നേരെ പോകുന്നത് മിലിറ്ററിക്കാരെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി അയാളുടെ ഫോണിന്റെ അടുത്തേക്കാണ്. എന്നാൽ അയാൾ ഫോൺ എടുക്കുമ്പോൾ ഫോൺ വർക്കാവുന്നില്ല. അയാൾ അത് തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അയാൾ വെളിയിലേക്ക് ഇറങ്ങി. അയാളിപ്പോ നേരെ പോകുന്നത് അയാളുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്കാണ്. എന്നാൽ അവിടെയൊന്നും ആരെയും കാണുന്നില്ല. ഈ സമയത്താണ് അയാൾ അയാളുടെ പൈപ്പ് കത്തിക്കുന്നത്. പൈപ്പ് കത്തിച്ചിട്ട് ഒരു പുക ഊതി വിടുമ്പോൾ അത് നേരെ പോകുന്നത് സെബാസ്റ്റ്യന്റെ മുഖത്തേക്കാണ്. പുക മുഖത്തേക്ക് അടിച്ചതും സെബാസ്റ്റ്യൻ അയാളെ പിടിച്ചിട്ട് ആ പൂളിലേക്ക് ഇട്ടു. എന്നിട്ട് അവനും പൂളിലേക്ക് ചാടി. അങ്ങനെ സെബാസ്റ്റ്യൻ ഇപ്പം അയാൾ ആ വെള്ളത്തിൽ താഴ്ത്തി പിടിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളെ കൊന്നു കളഞ്ഞതിന് ശേഷം സെബാസ്റ്റ്യൻ ആ പൂളിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ശബ്ദം കേട്ട് ക്രേമറിന്റെ ഭാര്യ അങ്ങോട്ട് വന്നു. അവള് നോക്കുമ്പോൾ ക്രേമർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഇപ്പൊ ലാബിൽ കൂടിയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും ക്രേമർ അവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലിൻഡ വേഗം ഫോൺ എടുത്തിട്ട് ക്രേമറിന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ തലേ ദിവസം രാത്രി അയാൾ പൂളിൽ മുങ്ങി മരിച്ചു എന്നാണ് അവൾക്ക് അറിയാൻ സാധിക്കുന്നത്. അത് കേട്ടതും അവൾക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെ അവൾ ഉടനെ തന്നെ മിലിറ്ററിയിലെ വേറെ ആളുകളെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പൊ അവൾ ഫോൺ എടുക്കുമ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അതെന്താന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൾ മാറ്റിനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അവർ നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ആക്സസ് കോഡ് ഉണ്ട്. എന്നാൽ അവർ രണ്ടുപേരുടെ ആക്സസ് കോഡ് അടിച്ചിട്ടും ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും തിരിച്ച് അവരുടെ ടീമിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് ഇപ്പൊ ഫ്രാങ്കിനോട് പറഞ്ഞിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ ഫ്രാങ്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ എല്ലാവരുടെയും ആക്സസ് കോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സെബാസ്റ്റ്യന് മാത്രമേ ആ ലാബിനകത്ത് ആക്സസ് കോഡ് ഉള്ളൂ. അപ്പൊ സെബാസ്റ്റ്യൻ തങ്ങൾക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബാസ്റ്റ്യനെ അന്വേഷിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. എന്നാൽ ഈ സമയം ആ ജാനിസ് എന്ന് പറഞ്ഞ ലേഡി അവളുടെ ആ സ്പെക്സ് എടുക്കാൻ വേണ്ടി അവിടുന്ന് പോവാണ്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ജാനിസ് ആ സ്പെക്സും എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്നത്. പെട്ടെന്നാണ് സെബാസ്റ്റ്യൻ അവളുടെ മുന്നിലേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവനൊരു കയറ് വെച്ചിട്ട് അവളുടെ കഴുത്ത് ഞെരിക്കുകയാണ്. ഈ സമയം തന്നെ ബാക്കിയുള്ളവർ നേരെ പോയിരിക്കുന്നത് സെബാസ്റ്റ്യന്റെ റൂമിലേക്കാണ്. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ കാണാത്തപ്പോൾ ലിൻഡ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൈക്ക് എടുത്തിട്ട് സെബാസ്റ്റ്യനോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഈ ലാബിൽ എവിടെയാണെങ്കിലും മര്യാദയ്ക്ക് നീ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് അവള് പറയുന്നത്. ഈ സമയം സെബാസ്റ്റ്യൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. സെബാസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്കെതിരെ തിരിയാൻ പോവാണല്ലേ, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കത്തില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണത്. ഇത് നശിപ്പിക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ ഇനി നീ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മിലിറ്ററിക്കാരെ അറിയിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ അവർ വന്നിട്ട് നിന്നെ പിടിക്കും എന്നാണ് ലിൻഡ പറയുന്നത്. അതേക്കുമ്പോൾ ഇല്ല ലിൻഡ, നിങ്ങൾ കാര്യങ്ങൾ ക്രാമറിനെയല്ല അറിയിച്ചത്. അയാൾ ബാക്കിയുള്ളവരെ വിളിച്ച് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ മരിച്ചു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് ഒരുത്തിനും എന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ ആ കോൾ ഡിസ്കണക്ട് ചെയ്യാണ്. അങ്ങനെ അവന്റെ ആ വോയിസ് കട്ടായി കഴിയുമ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്.
ജാനിസിനെ കാണുന്നില്ല. അത് മനസ്സിലായതും അവർ വേഗം തന്നെ ജാനിസിന്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നാൽ അവർ ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിൽ നിന്നും അവർക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. ഇപ്പൊ അവരെല്ലാവരും അവനെതിരെ തിരിഞ്ഞതുകൊണ്ട് അവൻ ഓരോരുത്തരെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ സെബാസ്റ്റ്യൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ലുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കൂടെ അവനെ പിടിക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ ആ ബിൽഡിങ്ങിലായിട്ട് ചെറിയ ചെറിയ തെർമൽ സ്കാനറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ എലി പോകുന്ന വഴി കാണാൻ വേണ്ടിയിട്ടാണ്. അവരതെല്ലാം കണക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഇപ്പൊ സെബാസ്റ്റ്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിനു ശേഷം മാറ്റും കാർട്ടറും അവന്റെ പുറകെ പോവാണ്. ഇപ്പൊ സെബാസ്റ്റ്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യമൊക്കെ അവള് വയർലെസ് വഴി മാറ്റിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് മാറ്റ് ഇപ്പൊ കാർട്ടറിനും കൂട്ടി പോകുന്നത്. അവരിപ്പം ആ സ്പെക്സും വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സമയം ലിൻഡ നോക്കുമ്പോൾ പെട്ടെന്ന് സെബാസ്റ്റ്യൻ അപ്രത്യക്ഷമായി. അവൻ എങ്ങോട്ടാണ് പോയത് എന്ന് അവൾക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. മാറ്റും കാർട്ടറും നോക്കിയിട്ടും അവൻ ആ ഏരിയയിൽ ഒന്നും കാണുന്നില്ല. അങ്ങനെ മാറ്റും കാർട്ടറും സെബാസ്റ്റ്യൻ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സെബാസ്റ്റ്യൻ വന്നിട്ട് മാറ്റിന്റെ കഴുത്ത് പിടിക്കുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അത് കണ്ട ഉടനെ മാറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് തകർത്ത് കളഞ്ഞു. അതോടുകൂടെ വെള്ളം സ്പ്രേ ആവാൻ തുടങ്ങി. ഇപ്പൊ വെള്ളം സ്പ്രേ ആയി കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പിന്റെ മുകളിലാണ് സെബാസ്റ്റ്യൻ ഇപ്പൊ കിടക്കുന്നത്. മാറ്റ് തന്നെ കണ്ടു എന്ന് മനസ്സിലാവുമ്പോൾ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഉടനെ തന്നെ കാർട്ടറിന് താഴേക്കേറിയാണ്. അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള കൂർത്തൊരു കമ്പിയുടെ മുകളിലേക്കാണ്. അങ്ങനെ അതിൽ തലയിടിച്ചിട്ട് അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ താഴേക്ക് വീണത് കാണുമ്പോൾ മാറ്റ് വേഗം തന്നെ കാർട്ടറിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് സെബാസ്റ്റ്യൻ വീണ്ടും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ മാറ്റിന് ഇടിച്ചിട്ടതിന് ശേഷം അവൻ നേരെ ലാബിലേക്കാണ് ഓടുന്നത്. ഈ സമയം അവൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ലിൻഡയാണെങ്കിൽ ലാബിലേക്കുള്ള ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇപ്പൊ മാറ്റിന്റെ മുമ്പിൽ തന്നെ സെബാസ്റ്റ്യൻ നിൽക്കുന്നുണ്ട്. എന്നാൽ എവിടെയാണ് അവൻ നിൽക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഏരിയയിലൊക്കെ അവൻ ഹീറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മൊത്തം ചൂടായതുകൊണ്ട് തെർമൽ ഡിറ്റക്ടേഴ്സിന് അവനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മാറ്റ് 2-3 തവണയൊക്കെ അവനെ ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ അവന് കൊള്ളുന്നില്ല. ഈ സമയം മാറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തു. അതിനുശേഷം അത് സെബാസ്റ്റ്യൻ നേരെ അടിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ ഓരോ തവണ അടിക്കുമ്പോഴും സെബാസ്റ്റ്യനെ കാണുന്നുണ്ട്. പക്ഷെ അവൻ ഇങ്ങനെ അവന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സെബാസ്റ്റ്യൻ മാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സെബാസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ അവൻ ഇടിച്ച് താഴേക്ക് ഇടാണ്. എന്നാൽ ഈ സമയത്താണ് ലിൻഡ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവള് മാറ്റിനെ അപ്പുറത്തേക്ക് ആക്കിയിട്ട് അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ മാറ്റും ഫ്രാങ്കും ലിൻഡയും കൂടെ ഇപ്പൊ മറ്റൊരു ഭാഗത്താണുള്ളത്. അവര് നോക്കുമ്പോൾ സാറയെ കാണുന്നില്ല. ഇപ്പൊ അവര് സാറയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ ആ സെർച്ചിങ്ങിനൊടുവിൽ സാറയെ അവർ റൂമിന്റെ അകത്ത് വെച്ച് കണ്ടെത്തി. എന്നാൽ അവര് നോക്കുമ്പോൾ അവൾ അവിടെ മരിച്ചു കിടക്കാണ്. സെബാസ്റ്റ്യൻ അവളുടെ പണിയും തീർത്തിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ അവരുടെ പുറകെ വരുന്നത്. എന്നിട്ട് ഒരു കമ്പി വെച്ചിട്ട് ഫ്രാങ്കിന്റെ വയറ്റിലൊരു കുത്തു കൊടുക്കുകയാണ്. അതോടുകൂടി അയാളുടെ പണിയും തീർന്നു. ഈ സമയം ഫ്രാങ്കിനെ നോക്കാൻ വേണ്ടി മാറ്റ് അങ്ങോട്ട് വരുമ്പോൾ സെബാസ്റ്റ്യൻ അയാളുടെ വയറ്റത്തും ഒരു കുത്തു കൊടുക്കുകയാണ്. അത് കാണുന്ന ലിൻഡയാണെങ്കിൽ അയാളെ പിടിച്ച് പുറകിലേക്ക് വലിക്കുകയും ചെയ്തു. ഈ സമയം സെബാസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് അതിന്റെ ടെമ്പറേച്ചറൊക്കെ താഴ്ത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം ലിൻഡയാണെങ്കിൽ മാറ്റിന്റെ വയറ്റത്തുണ്ടായ മുറിവാണ് ചെക്ക് ചെയ്യുന്നത്. അവന്റെ ഇന്റേണൽ ഓർഗൻസിനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ മുറിവ് അങ്ങോട്ട് കവർ ചെയ്താൽ മതി. അതിനുവേണ്ടി അവൾ ഉടനെ തന്നെ ഒരു ടാപ്പ് എടുത്തിട്ട് ആ മുറിവ് കൊട്ടിച്ചു വെക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ റൂമിനകം നന്നായിട്ട് തണുക്കാൻ തുടങ്ങി. അവർക്കിപ്പം ആ തണുപ്പ് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ ലിൻഡ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആ ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് ആ വാതിലൊക്കെ തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തകർക്കാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ സെബാസ്റ്റ്യൻ ആണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവനിപ്പോൾ പുറത്തേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയവും സാറയാണ് ആ റൂമിന്റെ അകത്ത് തന്നെയാണ്. അവൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. തണുപ്പാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തണുപ്പിന്റെ ഭീകരത എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോൾ ആ കണ്ണീര് താഴത്തേക്ക് വീണതും അത് ഐസായിട്ട് പോവാണ്. അത്രയും തണുപ്പ് ആ റൂമിലുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നുന്നത്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഷെൽഫിൽ നിന്നും അതിന്റെ ഹാൻഡിൽ പറിച്ചെടുത്തു. അത് മെറ്റലാണ്. എന്നിട്ട് അവൾ ആ ഹാൻഡിലേക്ക് കുറെ വയറ് ചുറ്റാണ്. എന്നിട്ട് ആ വയറൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഡീഫിബ്രിലേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അത് ഓണാക്കുകയും ചെയ്തു. ഇപ്പൊ അവളുടെ കയ്യിലുള്ള ഹാൻഡിലുണ്ടല്ലോ, അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. ഈ സമയം സെബാസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലാബിലാണ് നിൽക്കുന്നത്. അവനിപ്പം ചില ലിക്വിഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ടാക്കി. അവനത് പൊട്ടുന്നുണ്ടോന്നൊക്കെ ആദ്യം പരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ പൊട്ടിത്തെറിയുടെ ശബ്ദം ലിൻഡയും കേട്ടു. അവൾ ഉടനെ തന്നെ അവൾ ഉണ്ടാക്കിയ ആ മാഗ്നറ്റ് എടുത്തിട്ട് ആ ഡോറിലേക്ക് ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് അത് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇത് കാന്തമായതുകൊണ്ട് അവൾ അത് പിടിച്ച് വലിക്കുമ്പോൾ അപ്പുറത്തുള്ള ലോക്കും മൂവായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ കാന്തം വെച്ചിട്ട് ആ വാതിൽ ഉറക്കാണ്. അതിനുശേഷം അവൾ മാറ്റിനെയും കൊണ്ട് വേഗം വെളിയിലേക്ക് ഇറങ്ങി. അവന് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേപ്പറൊക്കെ ഒരു വീപ്പയ്ക്ക് അകത്തേക്ക് ഇട്ടിട്ട് അതിന് തീ കൊടുക്കുകയാണ്. എന്നിട്ട് അത് മാറ്റിന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് അവൾ വേഗം വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സെബാസ്റ്റ്യൻ ആണെങ്കിൽ ആ ലിക്വിഡ് വെച്ചിട്ട് ഒരു വലിയ ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് അവൻ വേഗം വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവൻ നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. എന്നാൽ അവൻ ലിഫ്റ്റിൽ കയറി വാതിലടക്കാൻ തുടങ്ങുമ്പോഴേക്കും ലിൻഡ അങ്ങോട്ട് എത്തി. അവളുടെ കയ്യിൽ ഫയർ അടിക്കുന്ന ഒരു സാധനമുണ്ട്. സെബാസ്റ്റ്യനെ കണ്ടതും അവൾ ഫയർ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ അവന്റെ ദേഹം മൊത്തം കത്തിപ്പിടിക്കുകയാണ്. ദേഹം മൊത്തം കത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൻ ഓടുന്ന വഴിക്ക് അവന്റെ ഡ്രസ്സ് മൊത്തം അഴിച്ചു കളയാണ്.
ഈ സമയം സാറയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ഫയർ ചെയ്യുമ്പോൾ അതിലെ ഫ്യൂവലൊക്കെ തീർന്നു. ഈ സമയം സെബാസ്റ്റ്യൻ മുന്നിലേക്ക് ഓടുകയാണ്. എന്നാൽ അവൾ അവനെ വിടുന്നില്ല. അവളും അവന്റെ പുറകെ പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അവൻ അദൃശ്യനായി. ഇപ്പൊ അവൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് അവൾ അവിടെയുള്ള ഒരു സ്പ്രിംഗ്ലർ കാണുന്നത്. അവൾ ഉടനെ തന്നെ ആ സ്പ്രിംഗ്ലർ ഓണാക്കി. അതോടുകൂടെ അവിടെ മൊത്തം വെള്ളം സ്പ്രേ ആവുകയാണ്. ഇപ്പൊ വെള്ളം സ്പ്രേ ആയി കഴിയുമ്പോൾ സെബാസ്റ്റ്യനെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ അവൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അവനിപ്പോ അവളുടെ പുറകിലൂടെ വന്നിട്ട് അവളെ പിടിച്ച് അറ്റാക്ക് ചെയ്യാണ്. ശരിക്കും അവൻ അവളെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അവൾ അവനെ താഴേക്ക് ഇട്ടു. എന്നിട്ട് അവന്റെ കാല് വെച്ചിട്ട് അവളുടെ കഴുത്ത് ഞെരിക്കുകയാണ്. ഈ സമയത്താണ് മാറ്റ് അങ്ങോട്ട് വരുന്നത്. അവന്റെ കയ്യിൽ ആ ഇരുമ്പിന്റെ സ്റ്റിക്കും ഉണ്ട്. അവൻ അത് വെച്ചിട്ട് സെബാസ്റ്റ്യന്റെ തലയ്ക്ക് ഒരു അടി കൊടുക്കുന്നു. അതോടുകൂടെ സെബാസ്റ്റ്യൻ താഴേക്ക് വീണു. അങ്ങനെ അവൻ താഴേക്ക് വീണ് കഴിയുമ്പോൾ മാറ്റ് ലിൻഡയും കൊണ്ട് അവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് സെബാസ്റ്റ്യൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. അവൻ ആ ഇരുമ്പോടി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവൻ മാറ്റിനെ അടിക്കാൻ പോവാണ്. എന്നാൽ അത് മനസ്സിലായ ഉടനെ തന്നെ മാറ്റ് തിരിഞ്ഞു നിന്നിട്ട് അവനൊരു ഇടി കൊടുത്തു. അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ഷോക്കാണ് അവനെ ഏൽക്കുന്നത്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ ഷോക്ക് ഏറ്റതുകൊണ്ട് അവന്റെ പകുതി രൂപം വിസിബിൾ ആയിട്ടുണ്ട്. ഈ സമയം അവർ നോക്കുമ്പോൾ അവൻ അനക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരവിടുന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ നേരെ പോകുന്നത് ലാബിലേക്കാണ്. എന്നാൽ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ പൊട്ടും. അതുകൊണ്ട് അവർ വീണ്ടും ഓടാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ലിഫ്റ്റിലേക്ക് കയറി. പക്ഷെ ആ ലിഫ്റ്റ് ഇപ്പോൾ വർക്കിംഗ് അല്ല. അതുകൊണ്ട് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലിവേറ്ററിന്റെ മുകളിലേക്ക് കയറി അവിടുത്തെ കോണി വഴി മേലേക്ക് പോകാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ചു. ആ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം മൊത്തം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയവും അവരാണ് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ തീയൊക്കെ ആ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അതോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റ് മുകളിലേക്ക് പൊങ്ങി വരികയാണ്. അതിപ്പോ അവർക്ക് നേരെ വരുന്നത് കാണുമ്പോൾ അവരാണെങ്കിൽ അവിടുന്ന് മാറിക്കളഞ്ഞു. അതോടുകൂടെ ലിഫ്റ്റ് മുകളിലേക്ക് പോയി. എന്നാൽ കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ലിഫ്റ്റ് വീണ്ടും താഴേക്ക് വരികയാണ്. അത് കാണുമ്പോൾ അവർ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ലിഫ്റ്റ് തകർന്നിട്ടുണ്ട്. അതിപ്പോ വളരെ വേഗത്തിലാണ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ തൊട്ടടുത്തെത്തിയതും ലിഫ്റ്റ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ ലിഫ്റ്റ് അവിടെ സ്റ്റോപ്പായി കഴിയുമ്പോൾ അവരതിന്റെ ഇടയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ ലിന്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് പെട്ടെന്ന് സെബാസ്റ്റ്യൻ വന്നിട്ട് അവളുടെ കാല് പിടിക്കുന്നത്. അതിനുശേഷം അവൻ അവളുടെ കാല് വലിച്ചിട്ട് അവളുടെ ശരീരം പിടിച്ചിട്ട് മുകളിലേക്ക് കയറാണ്. എന്നാൽ അവൻ മുകളിൽ എത്തിക്കഴിഞ്ഞതും അവർ പെട്ടെന്ന് താഴേക്ക് വീണു. അങ്ങനെ അവർ നേരെ ചെന്ന് വീഴുന്നത് ലിഫ്റ്റിന്റെ മുകളിലേക്കാണ്. ഈ സമയം സെബാസ്റ്റ്യൻ പിന്നെ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവിക്കുന്നതിനിടയിൽ അവനൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയല്ലേ, പോകുന്നതിന് മുമ്പായിട്ട് എന്റെ പഴയ ഓർമ്മകൾക്ക് വേണ്ടി എനിക്ക് നിന്നെ ഒന്ന് കിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്കൊരു കിസ് കൊടുക്കുകയാണ്. എന്നാൽ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ലിൻഡ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവൾ നൈസായിട്ട് ആ ലിഫ്റ്റിന്റെ കേബിൾ പിടിച്ചു. എന്നിട്ട് അവളുടെ കാല് വെച്ചിട്ട് ആ കേബിൾ ഡിസ്കണക്ട് ചെയ്യാണ്. അതോടുകൂടെ അവള് മുകളിലേക്കും പോയി ലിഫ്റ്റും സെബാസ്റ്റ്യനും നേരെ താഴേക്കും പോയി. അങ്ങനെ സെബാസ്റ്റ്യൻ നേരെ ചെന്ന് വീഴുന്നത് താഴെയുള്ള തീയിലേക്കാണ്. അതോടുകൂടെ അവന്റെ പണി തീരുകയും ചെയ്തു. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് അവര്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ മാറ്റിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയമാകുമ്പോഴേക്കും ഫയർഫോഴ്സും ടീമൊക്കെ അങ്ങോട്ട് എത്തി. രണ്ടാൾക്കാർ ചെന്നിട്ട് ലിൻഡയും മാറ്റിനെയും ആ ബിൽഡിങ്ങിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ അവിടുത്തെ തീയൊക്കെ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.